നമസ്കാരം. വിദ്യാഭ്യാസം എന്നത് ഭാവിയുടെ പാസ്പോർട്ടാണെന്ന് പറയാറുണ്ട്. എന്നാൽ മെഡിക്കൽ ലോകത്ത് വ്യാജ ബിരുദങ്ങളും സർട്ടിഫിക്കറ്റുകളും വെച്ച് രോഗികളുടെ ജീവൻ പണയപ്പെടുത്തുന്നവർക്കിടയിൽ ഈ വാക്യത്തിന് പ്രസക്തിയുണ്ടോ? കഴിഞ്ഞ 5 വർഷത്തിനിടെ 39 വ്യാജ ഡോക്ടർമാർ അറസ്റ്റിലായ സംഭവം നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. രോഗികൾക്ക് ആശ്വാസമേകേണ്ടവർ യഥാർത്ഥത്തിൽ മരണത്തിന്റെ ദല്ലാളുകളായി മാറുമ്പോൾ അതിന് പിന്നിലെ കാരണങ്ങളും സാമൂഹിക പ്രത്യാഘാതങ്ങളും നാം തിരിച്ചറിയേണ്ടതുണ്ട്. സാധാരണക്കാരനായ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ആരോഗ്യ മേഖലയിലെ തട്ടിപ്പുകൾ. വിശ്വസ്ത ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന വ്യാജ ഡോക്ടർമാരുടെ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ രോഗികൾക്ക് അവരുടെ യോഗ്യതയെക്കുറിച്ചോ ചികിത്സയുടെ കൃത്യതയെക്കുറിച്ചോ യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥ പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ 39 വ്യാജ ഡോക്ടർമാർ അറസ്റ്റിലായെന്ന വാർത്ത സാധാരണക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ വ്യാജ ഡോക്ടർമാർ മോഡേൺ മെഡിസിൻ, ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, ഹോമിയോപ്പതി തുടങ്ങിയ വിവിധ ചികിത്സാ രീതികളിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് രോഗികളെ ചികിത്സിച്ചു വരികയായിരുന്നു. ഇവർ ചെറിയ ക്ലിനിക്കുകൾ മുതൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ വരെ ജോലി ചെയ്തിട്ടുണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. കീഹോൾ സർജറിയും ഓപ്പൺ സർജറിയും പോലുള്ള സങ്കീർണമായ ശസ്ത്രക്രിയകൾ പോലും ഇവർ ചെയ്തിട്ടുള്ളതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. 7 വർഷം ഒരു താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റായി ജോലി ചെയ്ത ലേഡി ഡോക്ടറെ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് MBBS ബിരുദം ഉണ്ടായിരുന്നെങ്കിലും ഗൈനക്കോളജിസ്റ്റ് തസ്തികയിൽ ജോലി നേടാൻ വ്യാജ DGO സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുകയായിരുന്നു. ഈ തട്ടിപ്പുകൾ പിടിക്കപ്പെടുന്നത് ചികിത്സ ഫലിക്കാതെ വരുമ്പോൾ രോഗികൾക്ക് തോന്നുന്ന സംശയങ്ങൾ കൊണ്ടാണ്. അത്തരത്തിൽ രോഗികൾ പരാതി നൽകുന്നതോടെയാണ് പലരും പിടിയിലാകുന്നത്. 10ാം ക്ലാസും പ്രീ ഡിഗ്രിയും മാത്രം യോഗ്യതയുള്ളവർ പലരും ഇത്തരത്തിൽ വ്യാജ ഡോക്ടർമാരായി വിലസുന്നുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നു. ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ഉറവിടം കണ്ടെത്താൻ പലപ്പോഴും കഴിയാറില്ല എന്നത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് സൂചിപ്പിക്കുന്നു. കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ കൂടുതൽ കർശനമായ പരിശോധനാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകൾ ശക്തിപ്പെടുകയും ഡോക്ടർമാരുടെ യോഗ്യതാ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കുകയും വേണം. രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ തടയുന്നതിന് ആരോഗ്യ വകുപ്പും പോലീസും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇത്തരം സംഭവങ്ങൾ ജനങ്ങളുടെ ആരോഗ്യ മേഖലയിലുള്ള വിശ്വാസത്തെ തകർക്കുന്നതിനാൽ ഈ പ്രശ്നത്തിന് അടിയന്തരവും ശക്തവുമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. സർക്കാർ തലത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുകയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നവരെയും അവ ഉപയോഗിക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. സർക്കാർ തലത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുകയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നവരെയും അവ ഉപയോഗിക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. കൂടാതെ ഡോക്ടർമാരുടെ യോഗ്യതാ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. ആരോഗ്യരംഗത്തെ വിശ്വാസ്യത നിലനിർത്താൻ ഇത്തരം നടപടികൾ കൂടിയേ തീരൂ. ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ, ആരോഗ്യ സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വ്യാജ ഡോക്ടർമാരുടെ ഭീഷണിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയൂ.